വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹം ഇപ്പോൾ പോലീസ് സേനാംഗങ്ങൾ പുറത്തേക്കെടുക്കുകയാണ്. പ്രത്യേക വാഹനത്തിലേക്ക്, KSRTCയുടെ പ്രത്യേക വാഹനത്തിലേക്ക് വി.എസിൻ്റെ ഭൗതികദേഹം, അദ്ദേഹം സംസ്ഥാന ഭരണചക്രം തിരിച്ച സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്നും ഇപ്പോൾ വി.എസിൻ്റെ ഭൗതികദേഹം പുറത്തേക്കെടുത്തിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം സെക്രട്ടേറിയറ്റിനോട് യാത്ര പറയും. സംസ്ഥാനത്തെ ഭരണസ്ഥിരാ കേന്ദ്രം, എത്രയോ നിർണായകമായ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന വി.എസ്. അച്യുതാനന്ദൻ കൈക്കൊണ്ടിരുന്ന സെക്രട്ടേറിയറ്റിൽ നിന്ന് വി.എസ്. ഇതാ യാത്ര പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പുറത്തേക്ക് പോലീസ് സേനാംഗങ്ങൾ കൊണ്ടുവരുന്നു. അതിൻ്റെ ആ കൊണ്ടുവരുന്ന വീഥിക്കിരുവശവും എത്രയോ പ്രവർത്തകരാണ്, എത്രയോ പേരാണ് അവിടെ. വലിയ ജനക്കൂട്ടം വി.എസിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി കണ്ണേ കരളെ വി.എസ്. എന്ന മുദ്രാവാക്യം മുഴക്കി പ്രിയപ്പെട്ടവർ തലസ്ഥാനത്ത് നിന്ന് വി.എസിന് വിട ചൊല്ലുകയാണ്. അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അണികൾക്കും പ്രവർത്തകർക്കുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട മുദ്രാവാക്യം. ഒരു മുദ്രാവാക്യത്തിനൊപ്പം തൻ്റെ പേരുകൂടി ചേർത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാവ് എന്ന കൗതുകം കൂടിയുണ്ട് ഈ മുദ്രാവാക്യത്തിന്. കണ്ണേ കരളെ വി.എസ്. എന്നാണ് ആ മുദ്രാവാക്യം. അത് മുഴക്കി അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യാത്രയയക്കുകയാണ് തിരുവനന്തപുരത്തെ പ്രിയപ്പെട്ടവർ. ഏറെക്കാലം അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയായിരുന്നു, കർമ്മമണ്ഡലമായിരുന്നു തലസ്ഥാനം. അവിടെ നിന്ന് അദ്ദേഹം മടങ്ങുകയാണ്. എന്നേക്കുമായുള്ള മടക്കമാണിത്. 7 തവണയായിരുന്നു അദ്ദേഹം നിയമസഭാംഗമായിരുന്നത്, 3 തവണ പ്രതിപക്ഷ നേതാവ്, 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഏറെക്കാലം ജീവിച്ച് ഏറെക്കാലം പ്രവർത്തിച്ച തലസ്ഥാന നഗരിയോട് വിട ചൊല്ലുകയാണ്. വിലാപയാത്ര ആരംഭിക്കുകയാണ്. 2 മണിക്ക് വിലാപയാത്ര ആരംഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ 18 മിനിറ്റ് വൈകി വിലാപയാത്ര ആരംഭിക്കുന്നു. നിശ്ചയിച്ചതുപോലെ തന്നെയൊക്കെ ഏകദേശം കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11 മണിക്കൂർ എടുക്കും എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടി. ആലപ്പുഴയിലേക്ക് വിലാപയാത്ര എത്തിച്ചേരാൻ, അതായത് പുലർച്ചെ 1 മണിയോടെ മാത്രമാകും വിലാപയാത്ര എത്തിച്ചേരുക. അതിനിടയിൽ ഉള്ള കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് കാണാനും അവസാനമായി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുമുള്ള അവസരമുണ്ടാകും. തിരുവനന്തപുരത്ത് മാത്രം 27 കേന്ദ്രങ്ങളാണുള്ളത്. പാളയം, കേശവദാസപുരം, ആറ്റിങ്ങൽ ഉൾപ്പെടെ കൊല്ലത്ത് പ്രവേശിക്കുന്നതിന് മുൻപായി 27 കേന്ദ്രങ്ങളിൽ KSRTCയുടെ ഈ പ്രത്യേക വാഹനം നിർത്തും. അവിടെ ജനങ്ങൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാം.